ഹായ് മക്കളെ, എൻ്റെ പേര് ശ്രീകുമാർ പള്ളിയർ. ഞാൻ സൈലത്തിലെ സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസറും കരിയർ ഗൈഡുമാണ്, സൈക്കോളജിസ്റ്റാണ്. ചെറിയൊരു അനുഭവം പറഞ്ഞു തുടങ്ങാം. കഴിഞ്ഞ ദിവസം ഒരു അമ്മയും മകനും മൊബൈൽ അഡിക്ഷൻ, ഞാൻ ഈ മൊബൈൽ അഡിക്ഷനൊക്കെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളാണ്. മൊബൈൽ അഡിക്ഷൻ്റെ കൗൺസിലിംഗായിട്ട് ഒരു കുട്ടി വന്നു. രസകരമായൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്നോട്, അവൻ്റെ കയ്യിലൊരു മൊബൈലുണ്ട്, എന്നോട് സംസാരിക്കുമ്പോഴും അവൻ മൊബൈൽ നോക്കിയിരിക്കുകയാണ്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഗെയിം കളിക്കുക. എന്ത് ഗെയിമാണ്? അത് സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ഞാൻ അവനോട് ഒറ്റൊരു ഡയലോഗ് മാത്രമേ പറഞ്ഞുള്ളൂ, എടാ വല്ലവൻ ഉണ്ടാക്കിയ ഗെയിം കളിക്കേണ്ടവനല്ല നീ ഉണ്ടാക്കിയ ഗെയിമുകൾ ഈ ലോകം കളിക്കണം. അപ്പം എല്ലാം മുഖമുയർത്തി. അതെങ്ങനെയാ? അപ്പം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് അവൻ സൗത്ത് ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് മൊബൈൽ ഗെയിമിംഗ് സ്പെഷ്യാലിറ്റി എന്നുള്ള കോഴ്സ് പഠിക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് 3-4 കൊല്ലം കഴിയുമ്പോൾ അവൻ ഉണ്ടാക്കുന്ന ഗെയിമുകൾ ഈ ലോകം കളിക്കാൻ തുടങ്ങും. കാരണം ഗെയിമിംഗ് എന്നുള്ളത് ചില്ലറ കാര്യമല്ല. ഇവിടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസർ തന്നെ Dream11 എന്നുള്ളൊരു കമ്പനിയായിരുന്നു. അപ്പം നമ്മുടെ സാധ്യതകൾ മനസ്സിലാക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് ഏറ്റവും മികച്ച കരിയർ സെലക്ട് ചെയ്യുക. പക്ഷേ ഈ കരിയർ എന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും മുഖം ചുളിയും. സാർ എന്താ ക്ലാസ്? കരിയറാണോ? അത് വേണ്ട സാർ. പക്ഷെ മക്കൾ, നിങ്ങളൊന്ന് മനസ്സിലാക്കും, വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലത്തിലേക്ക് കൂടി നമ്മൾ കടന്നു പോകുന്നു. വലിയ വലിയ കമ്പനികളിൽ വലിയ പിരിച്ചുവിടലിൻ്റെ വാർത്തകൾ കേൾക്കുന്നു, കിട്ടുന്ന സാലറി കുറവാണ്. അപ്പോൾ കൃത്യമായി എന്ത് പഠിക്കണമെന്നും നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് വിഷയം പഠിക്കണമെന്നും ഒരു നല്ല ധാരണ തരാൻ വേണ്ടി സൈലം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പോവാണ്. സൈലം കരിയർ ഗാലക്സി എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് അറിയോ? എങ്ങനെയാണ് നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ ഓർമ്മശക്തി കൂട്ടാനുള്ള കാര്യങ്ങൾ, നന്നായി പഠിക്കാനുള്ള കാര്യങ്ങൾ, അതുമായിട്ടുള്ള സ്റ്റഡി മോട്ടിവേഷൻ കിട്ടും, ഏത് കോഴ്സുകളാണ് ഏറ്റവും നല്ലത്, വിവിധ എൻട്രൻസ് പരീക്ഷകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ സൈലം കരിയർ ഗാലക്സി ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ വീഡിയോ സീരീസാണ്. തുടർച്ചയായിട്ട് എല്ലാ വീഡിയോസും കാണാം. നമ്മൾ ആദ്യമായിട്ട് ഇതിൽ നീറ്റ് പരീക്ഷകളെ പറ്റി പറയും, JEE പരീക്ഷകളെ പറ്റി പറയും. ഒരു കാര്യം നിങ്ങൾക്കറിയാം, നമ്മുടെ +2 സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക്, +2 സയൻസ് പഠിക്കുന്ന കുട്ടിക്ക് എത്ര എൻട്രൻസ് പരീക്ഷ എഴുതാൻ പറ്റും? നിങ്ങളുടെ ഒരു ഗസ് എന്ന് പറഞ്ഞേ. +2 സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അഥവാ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എത്ര എൻട്രൻസ് എഴുതാൻ വേണ്ടി പറ്റും? ശരിക്കും 20ഓളം എൻട്രൻസ് പരീക്ഷകൾ എഴുതാം. അപ്പം നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകൾ, സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളുണ്ട്, അവിടെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻസ് കൊടുക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും കുട്ടികളൊക്കെ ലാസ്റ്റ് കോച്ചിങ്ങിനൊക്കെ വരും. നമ്മുടെ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പം അതിൽ നമ്മൾ ചുമ്മാ ക്ലാസ്സുകളൊക്കെ പോയി പറയുമ്പോഴാണ് പിള്ളേ, സാറേ ഇത്രയും എൻട്രൻസ് ഉണ്ടോ? പക്ഷേ അപ്പോഴേക്കും അതായത് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകൾ കൃത്യമായിട്ട് നമ്മുടെ ഒരു സെൻട്രലൈസ്ഡ് എൻട്രൻസ് ഇൻഫോ സിസ്റ്റം ഉണ്ട്. അതിൽ കൂടെ കൃത്യമായിട്ട് വിവരങ്ങൾ പാരൻസിൻ്റെ രക്ഷിതാക്കളെ അറിയിക്കുന്നുണ്ട്. വി ആർ വെരി ഹാപ്പി ടു അനൗൺസ് ദാറ്റ് ലാസ്റ്റ് ഇയറിൽ ഓൾമോസ്റ്റ് ഈ 18-20 എൻട്രൻസ് പരീക്ഷകൾ, 18-19 എൻട്രൻസ് പരീക്ഷകൾ മിക്കവാറും എല്ലാ കുട്ടികളും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വിവരങ്ങളൊക്കെ കിട്ടണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് സൈലം കരിയർ ഗാലക്സി എന്നുള്ള പ്രോഗ്രാം വരുന്നത്. ഇതിൽ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. വാട്ട് ഇസ് യുവർ ഇൻട്രസ്റ്റ്? അപ്പം നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് എന്നുള്ള, ഇപ്പം ഞാൻ സാധാരണ കാണുന്ന ഒരു കാര്യം പറയാം, എഞ്ചിനീയർ, സാറേ എനിക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവാൻ താല്പര്യമില്ല. നിങ്ങളോട് ആരാ പറഞ്ഞത് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ മാത്രമാണെന്ന്? മോർ ദാൻ 150 എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഉണ്ട് ഇന്ത്യയിൽ. നിങ്ങൾ ചുമ്മാ ChatGPT അല്ലെങ്കിൽ ജെമിനി അല്ലെങ്കിൽ മെറ്റാ എടുത്തിട്ട് വിച്ച് ആർ ദ മേജർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ എന്ന് നോക്കി ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം മക്കൾ ആദ്യം നമ്മുടെ ഇൻട്രസ്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ചില സമയത്ത് അവൻ ഈ മൊബൈൽ ഫോൺ ഗെയിമിങ്ങിൽ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്, അല്ലേ? ചില ആൾക്കാർ വലിയ ടൗണുകളിലേക്കൂടെ യാത്ര ചെയ്യുമ്പോൾ മാനം മുട്ടേ നിൽക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ നോക്കാം, അതിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കും. അപ്പോൾ അച്ഛനോടാവാൻ പറയും, അച്ഛൻ ഈ ബിൽഡിംഗ് ഒക്കെ ഗൾഫിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ കാണാം, സിംഗപ്പൂരോ മലേഷ്യയിലൊക്കെ പോകുമ്പോൾ വളരെ സ്ട്രക്ചറൽ ബ്യൂട്ടിയുള്ള ബിൽഡിങ്ങുകൾ കാണാം. അച്ഛൻ എങ്ങനെയാ അച്ഛൻ ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്നത്? അവനൊരു സിവിൽ എഞ്ചിനീയർ ആവേണ്ട ആളാണെന്നേ. അപ്പോൾ ഈ മൊബൈൽ ഫോണിനോടുള്ള ക്രൈസ് പോലെ ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട്. വാഹനങ്ങൾ, അല്ലേ? ഒരു പുതിയ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, ആ വണ്ടി അതിൻ്റെ പവർ കൂട്ടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പല കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക, അതിൻ്റെ സൈലൻസർ മാറ്റുക. അതൊക്കെ ഇപ്പം നിയമവിധേയമാവുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം വാഹനങ്ങളായിട്ടുള്ള അസാമാന്യമായ ഇൻട്രസ്റ്റുള്ള ഒരു കുട്ടി എന്തിനാ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവുന്നത്? ഹി മസ്റ്റ് ബിക്കം ഓട്ടോമൊബൈൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു 6 years ബാക്ക് ഒരു കുട്ടി എന്നോട് ചോദിച്ചു, സാർ എനിക്ക് 3 ആഗ്രഹങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, പറയടാ. സാർ എനിക്ക് ലോകം ചുറ്റണം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. വേറെന്താ? സാർ എനിക്ക് മാസത്തിലൊരു 6 മാസമൊക്കെ ജോലി ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. പിന്നെ സാർ എനിക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വേണം. നടക്കുമോ? ഞാൻ പറഞ്ഞു, നടക്കുമല്ലോ. പറഞ്ഞു, നീ എഴുതേണ്ട പരീക്ഷയാണ് സെൻട്രൽ മാരിടൈം യൂണിവേഴ്സിറ്റിൻ്റെ ഒരു പരീക്ഷയുണ്ട്, CMU, സെൻട്രൽ മാരിടൈം യൂണിവേഴ്സിറ്റി. അവിടെ പോയിട്ടൊരു പരീക്ഷ, തൂത്തുക്കുടിയിലാണ്, അവിടെ പോയിട്ടൊരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മർച്ചൻ്റ് നേവിയിൽ ഏറ്റവും ഉയർന്ന ഓഫീസർ വരെ ആവാം. ആ പറഞ്ഞ 3 കാര്യങ്ങൾ നടക്കും.
അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മക്കളെ അറിയിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം നിങ്ങൾ ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു വിഷയത്തിൻ്റെ പുറകെ നിങ്ങൾ പോരുത്. ആര് നിർബന്ധിച്ചു കഴിഞ്ഞാലും, അത് മെഡിക്കൽ ആയാലും എഞ്ചിനീയർ ആയാലും ഏത് എഞ്ചിനീയറിംഗ് ആയാലും ഏത് കോഴ്സ് ആയി കഴിഞ്ഞാലും നമുക്ക് ഇൻട്രസ്റ്റ് വേണം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടി-വിൻ്റെ ഒരു സർവേ ഞാൻ കണ്ടു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ, 2 ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ആദ്യത്തെ അവിടെ നിൽക്കട്ടെ, രണ്ടാമത്താണല്ലോ നമ്മുടെ വിഷയം. ഇപ്പം ഒരു ജോലിയിൽ ചേർന്ന് കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് ഈ ജോലി പറ്റുന്നില്ല, ഞാനിത് എങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞാൽ വിലപിച്ചിട്ട് എന്താ കാര്യം? അതിപ്പോൾ ഒരു 25 വയസ്സുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ 26 വയസ്സുള്ള ഒരാൾക്ക് ചോയ്സ് കുറവാണ്. കാരണം ഓൾറെഡി അയാളൊരു പ്രത്യേക വിഷയത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവും. ഒരു 30 വയസ്സുള്ള ആളെ സംബന്ധിച്ചാൽ ഓൾറെഡി ആളൊരു വിഷയത്തിൽ ക്വാളിഫൈഡ് ആണ്. ആൾക്ക് മറ്റൊരു കാര്യം വീണ്ടും പഠിച്ചെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് അപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ് ആവുമ്പോഴത്തേക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണമാണ് എന്ത് ചെയ്യണം. അതിന് ഫസ്റ്റ് വേർഡാണ് ഇൻട്രസ്റ്റ്. നമ്മുടെ ചുറ്റും നിരീക്ഷിക്കുക, എന്തിലാണ് എൻ്റെ താല്പര്യം. ചിലപ്പോൾ അത് ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം, ചിലപ്പോൾ മെക്കാനിക്കൽ പരമായ കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സ് നടന്നു വരുമ്പോൾ ആരാധനയോടെ അവരെ നോക്കി നിൽക്കും അല്ലേ? ഡോക്ടേഴ്സിനെ കാണാൻ ഒരു പ്രത്യേക, അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ഭയങ്കര ഫാനായ ആൾക്കാർ. അപ്പം നിങ്ങളുടെ ലോകം ഒരു MBBSൻ്റെ ലോകമാണ്. ചില ആൾക്കാർക്ക് ചെടികളും മരങ്ങളും ഭയങ്കര ഇഷ്ടം. ഞാനൊരു കുട്ടീൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴേ ഞാൻ അത്ഭുതപ്പെട്ട്. കുഞ്ഞു വീടാണ്, ചെറിയ വീടാണ്, പക്ഷെ അതിൻ്റെ 2 വശങ്ങളും ചെടികളൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിച്ച്. അപ്പം ഞാൻ ചോദിച്ചു, മോളെ ഇത് ആരാ ഉണ്ടാക്കിയിരിക്കും? അപ്പോൾ അച്ഛൻ വന്നിട്ട് ഇതല്ല ഇവളുടെ ജോലിയാണ്. അവൾ പഠിക്കേണ്ടത് ഡോക്ടർ എഞ്ചിനീയർ അല്ലാന്നേ. അവളുടെ ഡോക്ടർ എഞ്ചിനീയർ, അവൾ പഠിക്കേണ്ട BSc അഗ്രികൾച്ചറാണ്. ഒരു ചെടിയൊക്കെ നട്ട് അത് വളരുമ്പോൾ അതിൻ്റെ പൂക്കൾ ഉണ്ടാകുമ്പോൾ അതിന് കായ്കൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്ന മനസ്സാണ് കുട്ടിയുടെ. ഒരുപാട് BSc ഫോറസ്ട്രി ഉണ്ട്, ഫിഷറീസ് ഉണ്ട്. ഇനിയിപ്പോൾ സയൻസ് മാത്രമല്ല, കൊമേഴ്സ് ബേസ് ചെയ്തിട്ട് പോവാം, ഹ്യൂമാനിറ്റീസ് ബേസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് വേണ്ട നമ്മുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൈക്കോളജിക്കലി ആൻഡ് സയൻറ്റിഫിക്കലി നിങ്ങളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കാനുള്ള വഴികൾ ഈ പ്രോഗ്രാമിലേക്കൂടെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞുതരും. രണ്ടാമത്തെ പ്രധാന കാര്യമാണ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്. നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ശരിക്കും മനസ്സിലാക്കണം. ഇപ്പോൾ വിവിധ തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്, അതൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലേക്കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്. പിന്നെ മക്കളെ നിങ്ങളുടെ വാല്യൂസ് മനസ്സിലാക്കാം. ഈ ഒരു കോഴ്സ് ഞാനൊരു ചുമ്മാ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. എപ്പോഴും കരിയർ സെലക്ട് ചെയ്യേണ്ടത് സ്വന്തം വീടിൻ്റെ മുന്നിൽ നിന്നിട്ടാണ്. ഞാൻ എൻ്റെ പല പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത കുട്ടികൾ ഇതിലുണ്ടാവും. നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവസ്ഥ മനസ്സിലാക്കാം, അതിൻ്റെ അകത്തിരിക്കുന്ന പാരൻസിൻ്റെ അവസ്ഥ മനസ്സിലാക്കാം. ചില സമയത്ത് വളരെ വലിയ വിശാലമായ വീട്, എത്ര കാലം വേണമെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ സാമ്പത്തിക സ്ഥിതിയുള്ള പാരൻസ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ലോങ് ടേം കോഴ്സുകൾ സെലക്ട് ചെയ്യാമെന്ന്. എന്താ ലോങ് ടേം കോഴ്സുകൾ? +2 കഴിഞ്ഞാൽ വീണ്ടും ഒരു വരുമാനം കിട്ടാൻ 10 വർഷം വരെ പഠിക്കേണ്ടുന്ന കോഴ്സുകളുണ്ട്. അവയാണ് ലോങ് ടേം കോഴ്സുകൾ. കാരണം ആ 10 വർഷം നിങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്നേ. എന്തുകൊണ്ടാ നിങ്ങൾ പഠിച്ചിട്ട് ഒരു ഇൻകം കിട്ടിയിട്ട് അതെവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ പാരൻസിന് കൊടുക്കേണ്ട ആവശ്യം. നിങ്ങൾക്ക് പഠിച്ച് പോകും. ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഐസറിലേക്ക് ജോയിൻ ചെയ്യുക. ഐസർ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. മക്കൾ ഐസറിലേക്ക് ജോയിൻ ചെയ്യുക. ഐ സ്ട്രോങ്ലി ബിലീവ് ഇറ്റ്സ് എ ലോങ് ടേം കോഴ്സ്. കാരണം +2 ശേഷം ഐസറിൽ ജോയിൻ ചെയ്യുമ്പോൾ 5 വർഷമാവും. ഈ 5 വർഷം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാസ്റ്റർ ഡിഗ്രി കിട്ടും. മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം? ഒരു PhD എടുക്കണം. അതിനും വീണ്ടും 4-5 വർഷം എടുക്കും. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പം ലോങ് ടേമിലേക്ക് പോകണോ? അല്ല, ഒരു മാസം 15-ാം തീയതി ആകുമ്പോഴത്തേക്ക് തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള, രോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇടത്തരം ചുറ്റുപാടുള്ള ആൾക്കാരാണെങ്കിൽ അവരെ നമുക്ക് സഹായിക്കണ്ടേ? എത്ര കാലമായി അവരെ നിങ്ങളെ വളർത്തുന്നത്? ജീവിതത്തിൽ അവർക്ക് സന്തോഷം അനുഭവിക്കണ്ടേ? ഒരമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ എപ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് നിങ്ങൾക്കറിയോ? തങ്ങളുടെ മകൻ്റെ ഫസ്റ്റ് സാലറി. അത് അവർക്ക് വേണ്ട, അവർക്കത് കണ്ടാൽ മതി. അമ്മ എൻ്റെ ഫസ്റ്റ് സാലറിയാണമ്മ. നിങ്ങൾ ആ മൂമെൻ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു 22-ാമത്തെ വയസ്സിൽ 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ സാലറി കിട്ടിയിട്ട്, അതൊക്കെ അന്നേരം നോട്ടുകൾ ഉണ്ടാവണം എനിക്കറിയില്ല, നോട്ടുകളാക്കി മാറ്റിയിട്ട് അച്ഛൻ്റെ അമ്മേനും മുന്നിൽ കൊടുക്കുന്ന ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡ് അതാണ്. പക്ഷെ അത് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചൊരു ഇടത്തരം ഫാമിലിയൊക്കെ ആണെങ്കിൽ മക്കളെ ഷോർട്ട് ടേം കോഴ്സുകൾ എടുക്കുന്നതാണ് നല്ലത്. ഷോർട്ട് ടേം കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഒരു 22 വയസ്സാകുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ജോലി കിട്ടും. അതിനുശേഷം വലിയ രീതിയിൽ പഠിക്കേണ്ട ആവശ്യമില്ലാത്ത നല്ല പ്ലേസ്മെൻറ്റ് കിട്ടുന്ന നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് പഠിക്കണം. നിങ്ങൾ ചുമ്മാ ChatGPT എടുത്തിട്ട് IIT പ്ലേസ്മെൻറ്റ് റെക്കോർഡ്സ് 2024 എന്ന് അടിച്ചു നോക്കിയാൽ
IIT കാൺപൂരിൽ 5,53,00,000 രൂപ, IIT മദ്രാസിൽ 4,30,00,000. ഇതൊക്കെ കോടിക്കണക്കിന് രൂപ കിട്ടുന്നത് നമ്മൾ ഇതേപോലെ +1 +2 8 9 10 +1 +2 കഴിഞ്ഞിട്ട് പോകുന്ന പിള്ളേരാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ തരാൻ വേണ്ടിയിട്ടാണ് സൈലം കരിയർ ഗാലക്സി. ഇതിൻ്റെ എല്ലാ എപ്പിസോഡുകളും മറക്കാതെ കാണുക. ഈ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 6 months to 8 months ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ കോഴ്സുകളെക്കുറിച്ചും ഇന്നത്തെ അവയുടെ പോസിബിലിറ്റീസിനെ കുറിച്ച്, ഇനി ഭാവിയിൽ എന്തൊക്കെയാണ് അതിൽ വരുന്ന മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാവും. വിവിധ എൻട്രൻസ് എക്സാമുകളെ കുറിച്ചുണ്ടാവും, വിവിധ സ്കോളർഷിപ്പുകളെ കുറിച്ചുണ്ടാവും, വിവിധ കോഴ്സുകളെ കുറിച്ചുണ്ടാവും, പിന്നെ എങ്ങനെ നന്നായി പഠിക്കാം എന്നുള്ളതിൻ്റെ മോട്ടിവേഷൻ, സ്റ്റഡി സ്കിൽസ്, മെമ്മറി സ്കിൽസ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡുകൾ കാണാം. മറക്കാതെ കാണുക. താങ്ക് യു വെരി മച്ച്.